ഭാര്യ മരിച്ചു പോകുന്ന ഒരവസ്ഥയുടെ സാഹചര്യങ്ങൾ കടന്നു പോകാനിടയായി. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തവൽ അത്ര മാരകമായിരുന്നു. ക്രിട്ടിക്കൽ ICUവിൽ കിടന്ന എൻ്റെ ഭാര്യയെ കണ്ട ഉടനെ അല്പസമയം അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം അതുപോലെ തിരിച്ചു വന്നു. എന്നെ തട്ടിക്കൊണ്ട് പറഞ്ഞു, മകനെ, നിൻ്റെ ഭാര്യ സുഖം പ്രാപിക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. നീ ശരിയല്ല. നീ മാനസാന്തരപ്പെട്ടാൽ നിൻ്റെ ഭാര്യ തീർച്ചയായും സുഖം പ്രാപിക്കും. സൂക്ഷിച്ച് വായിച്ചപ്പോൾ അതിനകത്ത് വെഡ്ഡിങ് എന്ന് പറയുന്ന ആ ലെറ്ററിനകത്ത് വെൽഡിങ് എന്നാണ് കണ്ടത്. അവരാകെപ്പാടെ അസ്വസ്ഥരായി. ഇത് വെൽഡിങ് ആയിപ്പോയല്ലോ, ഇത് വായിക്കുന്നവർക്ക് എന്ത് തോന്നും? ഇന്ന് നമ്മളൊക്കെ കാലുകഴുകൽ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. എന്താണ് ഈ കാലുകഴുകൽ? ഒരു വ്യക്തി തന്നെ എളിമപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് കാലുകഴുകൽ. ഇവിടെ പാലക്കാടുള്ള ഒരു ജോർജ് ചേട്ടൻ തന്നെ ക്രിസ്തുവിന് വേണ്ടി വെടിപ്പാക്കിയപ്പോൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തൻ്റെ പാദം കഴുകിയപ്പോൾ ഭാര്യയിൽ നടന്ന ഒരത്ഭുത സൗഖ്യമാണ് ഇന്ന് നമ്മുടെ മുൻപിൽ എത്തുന്നത്. എൻ്റെ പേര് ജോർജ്, ഭാര്യയുടെ പേര് ലിസി. 2 മക്കളുണ്ട്. മകള് ആൻമരിയ ജോർജ്, മകൻ ആൻഡോ ജോർജ്. ക്രിസ്ത്യാനിയായ ഞാൻ യേശു ആരാണെന്നോ യേശുവിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ ഈ ലോകത്തിൻ്റെ മകനായി ജീവിച്ച ഒരു കാലഘട്ടത്തിലാണ് വിവാഹത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അന്നെൻ്റെ തൊഴിൽ മദ്യഷാപ്പിലായിരുന്നു. 10 വർഷത്തോളം മദ്യഷാപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിവാഹം എന്ന് പറയുന്ന കുദാശയിലേക്ക് പ്രവേശിക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ സുഖമായി ജീവിക്കാം, അതാണ് ഏറ്റവും വലുതെന്ന് കരുതി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആദ്യം ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് ഏകദേശം 3 വയസ്സായപ്പോൾ അടുത്ത കുഞ്ഞ് ജനിക്കാനിടയായി. ആ കുഞ്ഞ് ജനിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിക്ക് ഒരു പല്ലുവേദന വരികയും ആ പല്ലുവേദനയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് പല്ല് പറിച്ചു മാറ്റി. തുടർന്നുള്ള ദിവസങ്ങളിൽ അതൊരു ഇൻഫെക്ഷനായി മാറി, ഡേഞ്ചറായി. ഒത്തിരി ഹോസ്പിറ്റലുകൾ മാറി ചികിത്സ ചെയ്തിട്ടും രോഗത്തിന് സൗഖ്യം കിട്ടുകയോ ഒരു ആശ്വാസം ലഭിക്കുകയോ ചെയ്തില്ല. അവസാനത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ കണ്ടുപിടിച്ചു, പല്ല് പറിച്ചപ്പോൾ കാലാവധി കഴിഞ്ഞ മരുന്നാണ് കുത്തിവെച്ചത്. ഈ കാരണത്താലാണ് ഈ അസുഖത്തിന് കാരണമെന്ന്. അപ്പോഴത്തേക്കും ഏകദേശം വർഷങ്ങൾ കടന്നുപോയി. ഭാര്യ മരിച്ചു പോകുന്ന ഒരവസ്ഥയുടെ സാഹചര്യങ്ങൾ കടന്നു പോകാനിടയായി. ശരീരത്തിലെ പല ഭാഗത്തും വലിയ മുഴ പോലെ വരികയാണ്. മുഴ പോലെ വന്ന് അതോടെ പൊട്ടും. അത് പൊട്ടി രക്തവും വെള്ളവും ഒഴുകി അത്രയും ഭാഗത്ത് ഇറച്ചി ദ്രവിച്ചു പോകും. ദ്രവിച്ചു കഴിയുമ്പോൾ അസ്ഥി കാണാം. നടക്കാൻ കഴിയില്ല. എടുത്തുകൊണ്ട് വേണം ഭാര്യയെ കൊണ്ടുപോകാൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ശരീരത്തിൽ തുണി പോലും ഇടാൻ പറ്റാത്ത വിധത്തിൽ നെറ്റിനകത്താണ് ഇയാളെ കിടത്തിയിരിക്കുന്നത്. ഈ അസുഖം ഒരിക്കലും മാറുകയില്ല, ഇതിന് പ്രതിവിധിയില്ല, ഇത് വന്നവരാരും ജീവിച്ചിരിക്കാൻ ഇടയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നിരാശയുടെയും വേദനയുടെയും അവസ്ഥയിലായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 5 വർഷത്തോളമായി ചികിത്സ ആരംഭിച്ചപ്പോൾ എനിക്കുണ്ടായതെല്ലാം നഷ്ടപ്പെട്ട് പ്രായം ചെന്ന അപ്പച്ചനും അമ്മയും സുഖമില്ലാത്ത ഭാര്യയും 2 ചെറിയ കുഞ്ഞുങ്ങളുമാണ് ആകെ ഉണ്ടായിരുന്ന ബാലൻസ്. ഈ സന്ദർഭങ്ങളിലാണ് കോഴിക്കോടുള്ള മുറമ്പാത്തി എന്ന ഒരു ദേവാലയത്തിൽ ഒരു ധ്യാനഗുരു ധ്യാനിപ്പിക്കുന്നത് കേട്ടറിയുകയും അദ്ദേഹത്തിലൂടെ ഒരുപാട് രോഗസൗഖ്യമുണ്ടെന്നും അറിയുകയും ഭാര്യയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ICUവിൽ കിടത്തിയിട്ട് ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിൽ കടന്നു ചെല്ലുകയും എൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ആ ധ്യാനഗുരു രാത്രിയുടെ യാമങ്ങളിൽ ഏകദേശം 3 മണി സമയത്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നു. ക്രിട്ടിക്കൽ ICUവിൽ കിടന്ന എൻ്റെ ഭാര്യയെ കണ്ട ഉടനെ അല്പസമയം അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം അതുപോലെ തിരിച്ചു വന്നു. എന്നെ തട്ടിക്കൊണ്ട് പറഞ്ഞു, മകനെ, നിൻ്റെ ഭാര്യ സുഖം പ്രാപിക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. നീ ശരിയല്ല. നീ മാനസാന്തരപ്പെട്ടാൽ നിൻ്റെ ഭാര്യ തീർച്ചയായും സുഖം പ്രാപിക്കും. ആ പറഞ്ഞ വാക്ക് എന്നെ തന്നെ എനിക്ക് കണ്ടെത്തുവാനും പരിശോധിക്കുവാനുമുള്ളൊരു വാക്കായി തീർന്നു. പാപം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി. എന്നിൽ മാനസാന്തരമില്ലാത്തതുകൊണ്ട് എൻ്റെ ഭാര്യ മരിക്കാനിടയായാൽ ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്നും
എൻ്റെ മക്കൾക്ക് അമ്മയില്ലാതെ കടന്നു പോകേണ്ട അവസ്ഥ വരുമെന്നും ആ നിമിഷം എനിക്കൊരു ബോധ്യമുണ്ടായി. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ICUയുടെ വാതിക്കൽ നിന്ന് വെളുപ്പാങ്കാലത്ത് 3:30 മണി സമയത്ത് ഞാനൊരു തീരുമാനമെടുത്തു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ജീവിക്കുവാണെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, മരിക്കുവാണെങ്കിൽ യേശുവിന് വേണ്ടി മരിക്കും. ആ തീരുമാനം ദിവസങ്ങൾ കഴിയും തോറും എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും കാരണമായി തീർന്നു. അവിടുത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയിൽ വലിയ മാറ്റം കാണുന്നുണ്ട്, ഡേഞ്ചറായിരുന്ന രോഗം സൗഖ്യത്തിലേക്ക് കടന്നു വരുന്നു, എന്താണ് നിങ്ങൾ ചെയ്തത്? ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞാനാണ് ശരി, ഞാൻ കുഴപ്പമില്ല, എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ആരാധനകളും എൻ്റെ എല്ലാ വിശ്വാസ ജീവിതവും ശരിയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെ പഠിപ്പിച്ചു, ഞാൻ ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു. യഥാർത്ഥമായ മാനസാന്തരപ്പെട്ട് യേശുവിന് വേണ്ടി ജീവിക്കുവാനും ഇനിയുള്ള ജീവിതം യേശുവിന് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനം മാത്രമേ എടുത്തുള്ളൂ. ആ തീരുമാനത്തിന് മുമ്പിലാണ് എൻ്റെ ഭാര്യയുടെ വലിയ സൗഖ്യവും വലിയ മാറ്റങ്ങളും എനിക്ക് കാണാനിടയായത്. അതിനുശേഷം എൻ്റെ ഭാര്യ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത വലിയ കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അനുദിനം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ചെടുത്ത തീരുമാനം ഇന്നു മുതൽ നിങ്ങൾ 2 അല്ല 1 ആണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ചെയ്ത പ്രവൃത്തികൾ ഞങ്ങൾ പരസ്പരം അത് അനുഭവിക്കേണ്ടവരാണെന്നും ഞങ്ങൾ 2 അല്ല 1 ആണ് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നതെന്നും ഉത്തമ ബോധ്യം കിട്ടി. ആ ബോധ്യമനുസരിച്ചുകൊണ്ട് ഇന്നുവരെയും പൂർണ്ണമായ വിശ്വാസ ജീവിതത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലാസ്സിലൂടെ ഇങ്ങനെ കേൾക്കുവാനിടയുണ്ടായി. ഒരു വിഭാഗത്തിന് ക്ഷണക്കത്തടിച്ച് എല്ലാവരും ക്ഷണിച്ചു. പിറ്റേ ദിവസം കല്യാണമാണ്. തലേദിവസം സൂക്ഷിച്ച് വായിച്ചപ്പോൾ അതിനകത്ത് വെഡ്ഡിങ് എന്ന് പറയുന്ന ആ ലെറ്ററിനകത്ത് വെൽഡിങ് എന്നാണ് കണ്ടത്. ഇത് വെൽഡിങ് ആയിപ്പോയല്ലോ, ഇത് വായിക്കുന്നവർക്ക് എന്ത് തോന്നും? അവരുടെ കുടുംബത്തിലും അവർക്കെല്ലാം ഭയങ്കര അസ്വസ്ഥ വന്നു. അവർ പെട്ടെന്ന് ഈ വിവാഹത്തിന് ക്ഷണക്കത്തുമായി ഇടവകയിൽ വികാരിയച്ഛനെ പോയി കാണാനിടയായി. വികാരിയച്ഛനെ കണ്ടോട് പറഞ്ഞു, അച്ഛാ, ഇങ്ങനൊരു അബദ്ധം പറ്റി, ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞു. അച്ഛൻ അല്പനേരം ശാന്തമായി നിന്നിട്ട് പറഞ്ഞു, ഇതോർത്ത് വിഷമിക്കേണ്ട, എല്ലാ കല്യാണം ഒരു വെൽഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അതിന് കൃത്യമായി ബോധ്യം കൊടുത്തു. കാരണം 2 ഇരുമ്പ് കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടിയോജിക്കുന്നത് 3ാമൊരു ശക്തി വന്നിട്ടാണ്. എന്നതുപോലെ തന്നെയാണ് 2 വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ പരിശുദ്ധാത്മാവാവുന്ന ശക്തിയാണ് അവരെ ഒന്നിപ്പിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാവുന്ന ബന്ധത്തിലൂടെ സ്ഥാപിക്കുന്ന കുടുംബ ജീവിതമാണ് നിലനിൽക്കുകയുള്ളൂ. പൂർണ്ണമായ മാനസാന്തരത്തിലേക്ക് കടന്നു വരാനിടയായപ്പോൾ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം? ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്താൽ സ്ഥാപിതമാക്കണം, ക്രിസ്തുവാകുന്ന പാറയിലായിരിക്കണം കുടുംബജീവിതം തുടങ്ങുന്നത്. മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോഴും മക്കളെ വളർത്തുമ്പോഴും മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണമെന്നെല്ലാം പൂർണ്ണമായ ബോധ്യം ലഭിക്കുകയും ക്രിസ്തുവിനോട് ചേർന്നുള്ള കുടുംബത്തിൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളെന്നും കാണിച്ചു കൊടുക്കുവാൻ ഈ കാലം വരെയും ദൈവം ഞങ്ങളെ ഇടയാക്കി. ഈ വിവാഹ ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ. 2 പേർ ചേരുമ്പോൾ ഒന്നായി തീരുന്ന ഒരു ദൈവിക പദ്ധതിയാണ് വിവാഹം. ഭർത്താവിൻ്റെ മാനസാന്തരം ഭാര്യയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും, ഭാര്യയുടെ മാനസാന്തരം ഭർത്താവിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തും എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ കണ്ട സംഭവം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.